ഇനിയും അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. ഒരു അഘോര സന്യാസി വന്നിട്ട് തിരുവനന്തപുരത്തൂടെ ഒക്കെ നടന്ന് കന്യാകുമാരിയിലേക്ക് പോയതാണെന്ന് പറയുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ? സത്യമായിട്ട് പല സ്ഥലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിനെ നമ്മൾ അനുകൂലിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുക. കാരണം സായിപ്പന്മാര് വന്ന കാലത്ത് സതി ഉണ്ടായിരുന്നു. സതി നിർത്തലാക്കി. ഭർത്താവ് മരിച്ച പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് തീയിലിടുക, അത് നിർത്തലാക്കി. അതുപോലെ ഇതും ശരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നവർ പറഞ്ഞു കൊടുത്ത് നിർത്തലാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. നമുക്കതുപോലെ ആ സന്യാസി കൗപീനമാണ് ധരിച്ചിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണുന്ന തരത്തിലാണ് ആ കൗപീനം ധരിച്ചിരിക്കുന്നത്. അതെല്ലാം ഫോട്ടോയിലൂടെ അവർ കാണിക്കുന്നുമുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്തിനു കാണണമെന്ന് ചോദിച്ചാൽ ഒരാൾ കാണിക്കാണ്ടെങ്കിൽ ചിലപ്പോൾ കാണും എന്താണെന്ന്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് അതിനനുകൂലിച്ച് പറഞ്ഞ് ഈ ഉസ്താദിനെ കളിയാക്കുന്നത് അത് ശരിയായ രീതിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ആ സന്യാസിയുടെ മണിയെ ഉദ്ദേശിച്ച് പിന്നാലെ പോകുന്നവര് അതിന്റെ പിന്നാലെ പോകും. കാശെന്ന് പറയുന്ന മണി കയ്യിലുള്ളവര് അതിനെ ഇട്ടിട്ട് വീണ്ടും കാശുണ്ടാക്കും. അതിൽ എന്ത് തെറ്റാണ് നമ്മുടെ മാരിയോ സാർ കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഒരാളിനെ കളിയാക്കാനും പറ്റിക്കാനും മോശമായി സംസാരിക്കാനും പല രീതിയിൽ അവസരങ്ങൾ കിട്ടും. അത് തെറ്റായ രീതിയിലായാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നാലെ വരാൻ ആളുണ്ടാവില്ല. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനി എന്നുള്ള ലേബൽ കയ്യിൽ വെച്ചും കൊണ്ട് ഇത്തരത്തിൽ പറയുന്നത് ശരിയായ രീതിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്ന സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭാരതത്തിൽ ജനിച്ചതാണെന്ന എന്റെ വിശ്വാസം. എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. വല്ല പ്രശ്നമുണ്ടോ? ഭാരതത്തിൽ ജനിച്ചില്ലെന്ന് വിചാരിക്കുക. സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെങ്കിൽ പറയണേ. ഇരിക്കുന്ന ഭാരതത്തിലാണ്. ആലപ്പുഴക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ ആലപ്പുഴക്കാരനാണ്. എനിക്ക് അതിനകത്ത് വലിയ ആത്മഹർഷമാണ്. ആലപ്പുഴക്കാരനാണ് ഞാൻ. ഭാരതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. അത് ആരെങ്കിലും ഔദാര്യം കൊണ്ടാണ്. ഫാദർ സുലൈമാനെ, ആരെങ്കിലും ഔദാര്യം കൊണ്ടാണ്. അത് എന്റെ അവകാശമാണ്. ഈ ഇന്ത്യയിൽ ജനിച്ച എന്റെ അവകാശം. അത് ആരുടെ ഔദാര്യമല്ല. ഓ, ഭാരതത്തിന്റെ കറൻസി, അതായത് ഈ രാജ്യത്തിന്റെ നോട്ട്, ആ നോട്ടിനെ പരസ്യമായി അവഹേളിച്ചെങ്കിൽ തൂക്കിക്കൊള്ളണം. ഭാരതത്തിന്റെ നോട്ടിന് സൂര്യൂസ് അവഹേളിച്ചെങ്കിൽ സൂര്യൂസ്ഥാനം മരണം വരെ തൂക്കിക്കൊള്ളണം, അല്ല ജയിലടക്കാം. അടുത്ത് നമ്മുടെ മാരിയ സാർ പറഞ്ഞത് അദ്ദേഹം ഭാരതീയനാണെന്ന് വിശ്വസിക്കുന്നു. ഭാരതത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിൽ പറഞ്ഞു. അപ്പോ അദ്ദേഹം കളിക്ക് വെറുതെ നമ്മളായാലും ഒരു തമാശ എന്നുള്ള രീതിയിൽ പറയുന്നത് പോലെ ഞാൻ ഭാരതത്തിലല്ല സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത് വെറുതെ പറയുന്നതെന്ന് ഏത് മനുഷ്യന് കണ്ടാലും മനസ്സിലാവും. അതൊരു പരിഹാസമല്ല, തമാശ രൂപേണയാണ് സംസാരിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞ് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് വെച്ചാൽ അതിൽ ജനിച്ചു എന്നത് എൻ്റെ ഒരു അവകാശമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും അദ്ദേഹം വളരെ അർത്ഥവത്തായി തന്നെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തിട്ട് അതിന്റെ ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം ആൾക്കാരെ സംശയിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് തമാശ രൂപേണ പറഞ്ഞു. ഈ വീഡിയോ കേട്ടാൽ ഒരു വിഭാഗത്തെയോ ഒരു സംസ്കാരത്തെയോ ഒരു സമൂഹത്തെയോ പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളെ കളിയാക്കുന്ന യാതൊരു പദവും ആ ഉസ്താദിന്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് ഒരു കാര്യം, ഒരു പ്രത്യേക ആളിന് കൊടുത്ത ഒരു മറുപടി, അത് അവരെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആ മറുപടി അവിടെ വരേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു മറുപടി കൊടുക്കുന്നതിനെ എടുത്ത് അതിന്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് അതിനെ തെറ്റായ രീതിയിൽ ക്രിസ്ത്യാനികളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടിയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മതവികാരം ഉണ്ടാക്കിയെടുക്കുക എന്നത് ശരിയായ രീതിയല്ല എന്നാണ് മാരിയ സാറിനോട് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ആൾക്കാരെ തെറ്റിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാരതത്തിന്റെ നോട്ടിന് സൂര്യൂസ് അവഹേളിച്ചെങ്കിൽ സൂര്യൂസ്ഥാനം മരണം വരെ തൂക്കിക്കൊള്ളണം, അല്ല ജയിലടക്കാം. ഇത്ര മോശപ്പെട്ട പണി അദ്ദേഹം കാണിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കുറ്റമാണ്. എന്താ ചെയ്യാ? പറഞ്ഞത് നിങ്ങളുടെ മക്കൾ
നിങ്ങൾ മുറ്റത്ത് അപ്പിയിടുമ്പോൾ ഈ സാധനം കൊണ്ട് അതായത് 500 രൂപയുടെ നോട്ട് കൊണ്ട് 500 രൂപ ഉണ്ടെങ്കിൽ 5 ദിവസം സുഖമായി സുഭിക്ഷമായി ജീവിക്കും. 5 ദിവസം 500 രൂപ ഉണ്ടെങ്കിൽ 5 ദിവസം സുഭിക്ഷമായി ജീവിക്കാന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കണം. 500 രൂപ വേണ്ട, സ്വന്തം ഭാര്യക്ക് 100 രൂപ എങ്കിലും ചെലവിന് കൊടുക്കടാ സുലൈമാനെ. 500 രൂപ വേണ്ട, 300 രൂപ എങ്കിലും ഭാര്യക്ക് ചെലവിന് കൊടുത്തിട്ട് പറയണം 500 രൂപയുടെ കാര്യം. ഞങ്ങളുടെയൊക്കെ സ്വന്തം ഭാര്യ ഞങ്ങളുടെയൊക്കെ കൂടെ തന്നെ ഉണ്ടറാ. ഞങ്ങൾ 500 1000 ഒക്കെ ചെലവിന് കൊടുക്കുന്നുണ്ട്, മക്കൾ നോക്കുന്നുണ്ട്, കുടുംബമായിട്ട് സന്തോഷം ജീവിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയെ TV ബോക്സിന് അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി അവളിപ്പോ ചെലവിന് സ്വന്തം ജീവിക്കാൻ വേണ്ടി അച്ചാർ കച്ചവടം നടത്തുകയാണ് ആ പാവപ്പെട്ട സ്ത്രീ. അവിടെ 500 രൂപ ഉണ്ടെങ്കിൽ 50 ദിവസം കൊടുത്തു വന്നു. നിങ്ങൾ വ്യക്തമായിട്ട് ആ ബോഡി ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നറിയോ? ഇതിന്റെ പേരാണോ വർഗീയത എന്നത്? താനൊന്നും ഈ തലപ്പാവ് നിട്ട് നടക്കാൻ പറ്റിയ ഒരു മൂമിനൊന്നും അല്ല, ഒരു സംശയം വേണ്ട. വെറുപ്പ് ഉള്ളിൽ സൂക്ഷിച്ചിട്ട് മറ്റുള്ളവരെ ഹാസ്യപരമായി കളിയാക്കി നാണം കെടുത്തി എൻജോയ് ചെയ്യുന്ന സാധനമാണ് താൻ. ഞാൻ സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. പ്രശ്നമുണ്ടാ? ഭാരതത്തിൽ ജനിച്ചെന്ന് വിചാരിക്കുക. സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത്. അതിന്റെ പൊന്നു ചങ്ങാതി, താൻ സെന്റ് ഫ്രാൻസിസ്കോയിൽ അല്ല ജനിച്ചെന്നുള്ളത് തന്നെ കണ്ട ആർക്കും മനസ്സിലാവും. പിന്നെ എന്തിനാ ഈ നുണ പറയുന്നത്? ഇനി അടുത്തത് പറഞ്ഞോട്ടെ. ഇനി താനെങ്ങാനും സെന്റ് ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചെങ്കിൽ സെന്റ് ഫ്രാൻസിസ്കോയിലെ ഡൗൺ ടൗണിലെ ഈ നമ്മുടെ ബിലാലുൽ മുഅദ്ദിന്റെ, ഞാൻ പറഞ്ഞ വർഗീയതയായി അതുകൊണ്ട് അത് പറയുന്നില്ല, ബിലാലുൽ മുഅദ്ദിന്റെ കൗമുണ്ട് അവിടെ. അത് നിങ്ങളെ പോലെ ഇരിക്കും കണ്ടാൽ. അവർക്ക് നിരന്തരം കഞ്ചാവ് വേട്ടയും അല്ലെ അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ കൊക്കൈനും പിന്നെ ഈ തോക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം അടി നടക്കുന്ന ഒരു കൗമുണ്ട്. ഒരു കൗമ് ആ കൗമിൽ ജനിച്ചതുപോലെ ഉണ്ട് താങ്കളെ കണ്ടാൽ. അദ്ദേഹത്തിന്റെ വേഷവിധാനത്തെയും അദ്ദേഹത്തിന്റെ സംസാര രീതിയെയും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിനെയും ശരിക്കും കളിയാക്കി പറയുന്നത് നമ്മുടെ മാരിയ സാറാണ്. ശരിക്കും അദ്ദേഹം ആ രീതിയിലൊന്നും അല്ല സംസാരിച്ചതെന്ന് ആ വീഡിയോയിൽ കാണുമ്പോഴേ മനസ്സിലാവും. ഇദ്ദേഹം പറഞ്ഞ താനൊരു ഭാരതീയൻ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞത്, ഉസ്താദ് ഒരു ഭാരതീയൻ ആണ്, ഭാരതത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് വെറുതെ ഒന്ന് പറഞ്ഞ് തമാശ രൂപേണ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, പരിഹാസ രൂപേണ അല്ല എന്ന് നമുക്ക് ആ ബോഡി ലാംഗ്വേജിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കും. അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലാണ് ജനിച്ചത് എന്ന് വെറുതെ പറഞ്ഞതാണ്. അതിനെ ഒരു മതവികാരമായി കാണുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. നമ്മൾ പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ ഈ രീതിയിൽ തെറ്റിപ്പിക്കുന്ന രീതിയിൽ പറയാനല്ല ക്രിസ്തു നമ്മെ ഉപദേശിക്കുന്നത്. ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ വഴിയിലൂടെ മുന്നോട്ട് വരുന്നവർ തീർച്ചയായിട്ടും ആ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ആൾക്കാരെ വഴിതെറ്റിക്കുന്ന രീതിയിൽ പോകുന്നത് ശരിയായ രീതിയേ അല്ല. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് സാറിന്റെ ഭാര്യയെ പറ്റി പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ സംശയിക്കുന്നു. അത് ശരിയല്ല എന്ന് നമുക്ക് ഈ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാകുന്നു. അപ്പോൾ സാറ് പറയുന്ന പല കാര്യങ്ങളും സാറ് പറയുന്ന രീതിയിൽ തന്നെ എല്ലാവരും ചെയ്യണം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്നതിലും തെറ്റുണ്ടാവാം. വേറൊരാളത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റണം. അതാണ് വേണ്ട. ഒരു കുടുംബജീവിതമായാലും അങ്ങനെയാണ്. അപ്പോൾ പല കാര്യങ്ങളും ഒന്നുകൂടെ ചിന്തിച്ചാൽ പറഞ്ഞതിലെല്ലാം ഉള്ള തെറ്റ് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിനുവേണ്ടി സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും ഞാൻ പറയുന്നതും. അതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും സാറിന് വേണ്ടിയിട്ട് പറഞ്ഞ അഭിപ്രായം.